ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ ഒരു ഡെയിലി വ്ളോഗാണ്, ഒരു ബിസി ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയട്ടെ ഇന്നത്തെ ദിവസം. കാരണം ഇന്ന് കുറച്ചധികം തിരക്കുള്ളൊരു ദിവസമാണ്, കുറേ പുറത്തൊക്കെ പോകാണ്ട്. അപ്പോൾ ഞാൻ ഈ രാവിലെ തന്നെ പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പം ജയ്ബൂന് സ്കൂളിലേക്കാട്ടെ പോണേ. ഇന്ന് നമുക്ക് സ്കൂളില്ല, കാരണം നമുക്ക് മീറ്റിംഗ് ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് സ്കൂളില്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഓരോ റോൾ നമ്പർ അനുസരിച്ചിട്ടാണ് ഇവർക്ക് മീറ്റിങ്ങിൻ്റെ ടൈം വെച്ചത്. ജയ്ബൂന് 9 മണി തൊട്ടിട്ട് 10 മണിയായിരുന്നു. അതിനിടയിൽ അവിടെ എത്തിയിട്ട് മിസ്സിനെ കാണണം, അങ്ങനെ കേട്ടോ. അപ്പോൾ ഞാനിത് ആ സമയമാകുമ്പോഴത്തേക്കും സ്കൂളിലെത്തി. അപ്പോൾ അപ്പോഴത്തേക്കും ഒരു സ്റ്റുഡൻറ്റിന് മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കാനും, അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാനും അറ്റൻഡ് ചെയ്തു. ജയ്ബൂനെ പറ്റി മാഷാല്ലാ നല്ല രീതിയിൽ തന്നെയാണ് മിസ്സ് പറഞ്ഞത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാർക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സ്കൂളിൽ നിന്ന് നമ്മൾ ഇറങ്ങി നേരെ പോയത് ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു, ഡ്രസ്സ് എടുക്കാണ്ട്. അപ്പോൾ എനിക്ക് ഇന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ ചെറുതിനെ കാണാൻ പോകാൻ കേട്ടോ. അപ്പോൾ ഞാൻ അതിന് ഡ്രസ്സ് വാങ്ങാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മളുടെ വീടിൻ്റെ ആ ഒരു ഭാഗത്തായിട്ടാണ് ഈ ഷോപ്പ് ഉള്ളത്. ഇവിടെ കയറിയപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ കയറുന്നത്. ഇവിടെ കയറിയപ്പോൾ കുറേ ടോയ്സ് ആയിക്കോട്ടെ, ഡ്രസ്സുകളായിക്കോട്ടെ ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. അങ്ങനെ ഏസിറ്റൻക്കും ആ ചെറുതിനും ഞാൻ ഓരോ ഡ്രസ്സും കൊണ്ട് എടുത്ത്. അപ്പോൾ സെയ്ബൂൻ അത് വേണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര കൈസലാണ്. കാർ വേണം, വണ്ടി വേണം, ടോയ് വേണം എന്നൊക്കെ പറഞ്ഞ് കരിയാണ്. സെയ്ബൂൻ്റെ സ്കൂളിലത്തെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് സിനുവിൻ്റെ അടുക്ക് പോവുക. അപ്പോൾ ചെറുതിനൊക്കെ കൊടുക്കാൻ വേണ്ടി ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം ഞാൻ മാത്രമല്ല കേട്ടോ, എൻ്റെ കൂടെ എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടിയായിട്ട് പോകുന്നത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞാണ് പോവുക. അന്നേരം നമുക്ക് ഇനി പോകുമ്പോൾ കാണാം. അങ്ങനെ ഞാൻ എന്താ വേഗം പിന്നെ എസുട്ടനെ ഉറങ്ങി എണീച്ച് ഓനക്ക് ഇതാ ഫുഡൊക്കെ കൊടുത്ത് വേഗം ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ഓനെയും കൊണ്ട് പോവാം കേട്ടോ. ഞാൻ മോനെയും കൊണ്ട് പോകുന്നതും കൊണ്ട് എനിക്ക് വണ്ടി എടുത്ത് പോകാൻ പറ്റില്ല, അതുകൊണ്ട് ബസ്സിനാണ് പോകുന്നത്. സൗഭാഗ്യേച്ചി വരുന്ന ബസ് തന്നെ കേട്ടോ ഞാനും കയറുന്നത്. അങ്ങനെ നമ്മൾ കുറേ നേരം ബസ്സിന് വെയിറ്റ് ചെയ്ത് അതിന് ബസ് കയറി നമ്മൾ പെരുമണ്ണാണ് അവളെ വീട്. പെരുമണ്ണ എത്തി നമ്മൾ അവിടുന്ന് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങി നേരെ ഓട്ടോ വിളിച്ച് അവളെ വീട്ടിലേക്ക് പോവാം കേട്ടോ. പിന്നെ നമ്മൾ വേഗം തന്നെ അവളെ വീട്ടിലെത്തിട്ടോ. വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ എസിട്ട് നല്ല ആക്റ്റീവായിട്ട് ഒച്ചൊക്കെ ഇട്ടിട്ട് ആ ചെറുതിൻ്റെ ടോയ്സൊക്കെ എടുത്തിട്ട് കളിക്കലാണ്. പിന്നെ മാത്രമല്ല അതിനെങ്ങനെ അടിക്കാനൊക്കെ നോക്കാണ്. ഓന് ചെറിയ മക്കളെ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഓന് ഇതിനെ കണ്ടിട്ട് ഓൻ വമ്പനായിട്ട് ഓൻ അതിനെ കാട്ടോ. ആ മോനാണെന്നുണ്ടെങ്കിൽ പാവത്തിനെ പോലെ ഇരിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ കുറച്ചൊരു രണ്ടാളിങ്ങനെ അടുപ്പിച്ചൊക്കെ ഇരുന്ന്. പിന്നെ എസിട്ടൻക്കാണെങ്കിൽ ചെക്കൻ്റെ മോൻ്റെ ടോയ്സ് എടുത്തിട്ട് ഭയങ്കര കളിയായിരുന്നു. പിന്നെ ഭയങ്കര കുറുമ്പ് കാട്ടി നടക്കലായിരുന്നു കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് പോവുക, അവിടുന്ന് ഇങ്ങോട്ട് പോവുക എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ നല്ല സാധാരണ എവിടേക്ക് പോയിട്ടുണ്ടെങ്കിൽ കരിയുന്നവന് എന്താ അറിയില്ല, ഇവിടെ പോയ സമയത്ത് വലിയ കഴിച്ചിലൊന്നും ഇല്ലായിരുന്നു. നല്ല സന്തോഷത്തിൽ തന്നെ നിന്ന്. അങ്ങനെ കുറച്ച് നേരം നമ്മളിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ചായ കുടിക്കാൻ കയറി നിന്നിട്ടോ. അപ്പോൾ നല്ല അടിപൊളി മാംഗോ ജ്യൂസ്, പിന്നെ പഴം വാട്ടിയത്, ബ്രെഡ് വാട്ടിയത്, മിക്സർ, നുറുക്കെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതാണ് കേട്ടോ സീനും. ഒക്കെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ കുറവായിട്ടാണ് കേട്ടോ ഇങ്ങനെ നിൽക്കുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞ് കുറേ നേരം നമ്മൾ സംസാരിച്ച് കുറേ ആയി. എസുട്ടനെ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന സമയത്താണ് ഇവരെല്ലാവരും ലാസ്റ്റ് കാണുന്നത്. പിന്നെ ഞങ്ങൾ ഇതെപ്പോഴാണ് ഞാൻ മീറ്റ് ചെയ്യുന്നത് നേരിട്ടിട്ട്. കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ കുറേ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. അങ്ങനെ നമ്മൾ പിന്നെ തിരിച്ച് ബസ് കയറാൻ വേണ്ടി പോകുമ്പം ഇവിടുന്ന് ഒരൊറ്റ ഓട്ടോ പോലും കിട്ടുന്നില്ല. കാരണം ഇതൊരു ഇത്തിരി ഉള്ളോട്ടേക്കുള്ള പോലത്തെ ഒരു വഴിയാണ്. അപ്പോൾ ഓട്ടോസ് ഇങ്ങോട്ടേക്ക് വരാണെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ റോട്ടുമ്പിലേക്ക് പോകുന്നൊരു ഇതേപോലത്തെ ഒരു ലോറി ഉണ്ട് കേട്ടോ. ആ ലോറിയിൽ നമ്മൾ കൈ കാട്ടി അതിൽ കയറി തൽക്കാലത്തേക്ക്, അല്ലാണ്ട് ഓട്ടോക്ക് കാത്തുനിന്നെങ്ങാനും നമ്മൾ പെരുമണ്ണ സ്റ്റാൻഡിലെത്തൂല. പിന്നെ അവിടെ എത്തി നമ്മൾ ബസ് കയറി നേരെ വീട്ടിലേക്ക് വിട്ടിട്ടോ. പിന്നെ ഏച്ചിക്കാണെങ്കിൽ ഓഫീസിലും പോവാണ്ട്. അങ്ങനെ പിന്നെ അങ്ങനെ ബസ് ഇറങ്ങിയാൽ നേരെ വീട്ടിലോട്ടേക്ക് നടക്കാം കേട്ടോ. എസുട്ടനെയും കൊണ്ട് ഞാനിങ്ങനെ നടന്നിട്ട് ശീലമില്ലാത്തതും കൊണ്ട് എനിക്ക് ഓനെ എടുത്ത് നടക്കാനാവുന്നില്ല. കാരണം നമ്മൾ ഫുള്ള് വണ്ടി മേലല്ല അങ്ങോട്ടും ഇങ്ങോട്ടും പോക്ക്. അങ്ങനെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ഇതാണ് സെയ്ബൂൻ്റെ കോലം കാണുന്നത്. ഓളിൻ്റെ ലിപ്സ്റ്റിക്കൊക്കെ ഒന്നായിട്ട് എടുത്തിട്ട് വരച്ച് കളിക്കലാട്ടോ. പിന്നെ എസുട്ടൻ ഉറങ്ങി എണീച്ചതിന് ശേഷം ഞാൻ ഓനക്ക് വേഗം ചോറൊക്കെ കൊടുത്ത്, കാരണം ഇവിടുന്ന് പോകുമ്പോൾ എനിക്ക് പഴം കൊടുത്ത് പോയതായിരുന്നു. അങ്ങനെ ചോറൊക്കെ ഓന് കുറേ കഷ്ടപ്പെട്ട ശേഷം ചോറൊക്കെ കൊടുത്ത് കഴിഞ്ഞ് പിന്നെ നോക്കിയപ്പോൾ വൈകുന്നേരമായപ്പോൾ നല്ല മഴ, പെരും മഴ. നമ്മളിന്ന് സീമക്കാമ്പ് മടവൂർ പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ മഴ കാരണം നമുക്ക് ഇന്ന് പോകാൻ പറ്റില്ല കേട്ടോ. അത്രയ്ക്ക് മഴ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിന്നിട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് സ്പെഷ്യലായിട്ടുള്ളത് നല്ല ഞണ്ട് കറി ഉണ്ടായിരുന്നു. പിന്നെ രാവിലത്തെ കുറച്ച് ഗ്രീൻ പീസിൻ്റെ കറി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പത്തിരിയാണ് തിന്നത്. രാവിലത്തെ പത്തിരി ഉണ്ട്, പിന്നെ എനിക്ക് ചോറ് വേണ്ട കേട്ടോ. ഞണ്ടും കറിയും ഗ്രീൻ പീസ് കറിയൊക്കെ എടുത്ത് നല്ല ഉഷാറായിട്ട് ചോറ് തിന്നിട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുറേ ആയി ഞണ്ടും കറി കൂട്ടിയിട്ട്. ഫുഡൊക്കെ കഴിച്ച് ഞാൻ ഏസുട്ടനൊക്കെ ഉറക്കി. ഇപ്പം നമ്മളെ പണിയൊക്കെ കഴിഞ്ഞ് വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ മടവൂരും കൂടി പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു വൈകുന്നേരം. പക്ഷെ നമ്മളെ പണിയൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും നല്ല നേരം പോയി. മാത്രമല്ല നല്ല അടിപൊളി മഴയും പെയ്തു. നിങ്ങൾ കണ്ടല്ലോ നേരത്തെ നല്ല മഴയും. അപ്പം അമ്മ പറഞ്ഞാൽ നമുക്ക് ഇന്ന് പോകേണ്ട, പിന്നെ ഒരു ദിവസം പോകാറുണ്ട്. നമ്മളിപ്പോൾ മാറ്റി വെച്ചിട്ടോ. അതുകൊണ്ട് തന്നെ കണ്ടോ ആകാശം നല്ല തെളിഞ്ഞ് നിൽക്കുന്നുണ്ട്.
മഴയും പോയി, നമ്മൾ പോകുന്നില്ല പറഞ്ഞപ്പോൾ മഴയും പോയി. ഇനിയിപ്പോൾ നമ്മൾ പോകാമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ മഴ പെയ്യും കേട്ടോ. അങ്ങനെ ഒരു സ്വഭാവം മഴക്കുണ്ട്, എന്താണെന്നറിയില്ല. അതുകൊണ്ടിപ്പം നമ്മളെ മടവൂർ പോക്ക് തൽക്കാലത്തേക്ക് മാറ്റി വെച്ച്. അപ്പോൾ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇനിയിപ്പോൾ കുറച്ചൊരു വെറുതെ റെസ്റ്റ് എടുക്കുക, കിടക്കുക, ഫോണുമ്പോൾ കളിക്കുന്നതൊക്കെയാണ്. പിന്നെ ഇന്ന് വൈകുന്നേരത്തെ ചായക്ക് സ്പെഷ്യലായിട്ട് ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇന്ന് ലോഡർ ഫ്രൈസ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ചീസി ലോഡർ ഫ്രൈസാണ്, ചിക്കനില്ലാണ്ട് ചീസ് മാത്രം ഇട്ടിട്ടുള്ള ലോഡർ ഫ്രൈസ് ആണ്. അപ്പം നമുക്കത് ഉണ്ടാക്കുമ്പോൾ കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ ചായക്കുള്ള ലോഡർ ഫ്രൈസ് ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ അടുപ്പത്ത് വേണ്ടി പൊരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അന്നപ്പം നമുക്ക് ഇനി അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കാണാം. ഇനി അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഉണ്ടാക്കുന്ന കുറച്ച് വീഡിയോസൊക്കെ ഇല്ല ഇടാം കേട്ടോ. കാരണം ഇതിൻ്റെ അധിക വീഡിയോസിലും ഇത് ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ഫുള്ളും ഞാൻ കാണിക്കില്ല, കുറച്ചൊക്കെ മാത്രം കാണിക്കാം. അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു പാർസൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ സെയ്ബുവിന് വേണ്ടിയിട്ട് ഒരു ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാധനം ഇന്ന് കൈ കിട്ടി. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാട്ടോ ഓളെ ഡ്രസ്സ് കൈമ കിട്ടിയതിനെ കൊണ്ട്. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു നമുക്ക് നമ്മളുടെ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കിതൊക്കെ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് നോക്കാറുണ്ട് അവിടെ വെച്ചാണ്. പിന്നെ അപ്പത്തിനെന്താ എസുട്ടനൊക്കെ ഉറങ്ങി എണീറ്റ്. അപ്പോൾ പിന്നെ ഓനിക്ക് പിന്നെ മാമനെ കിട്ടിയാൽ മതി. പിന്നെ മാമമ്മോനാട്ടോ, ഓൻ്റെ അടുത്ത് നിന്ന് ആരുടെ അടുത്തേക്കും വരില്ല. ഭയങ്കര സന്തോഷമാണ് ഓനിക്ക് ഓൻ്റെ അടുത്ത് നിന്ന് നിൽക്കുമ്പോൾ. അങ്ങനെ നമ്മളിത് ഓനിക്ക് വാങ്ങിച്ചിട്ടുള്ള പുതിയൊരു കളിക്കുന്ന സ്പിന്നറാട്ടോ. ഇത് സാധനം അടിപൊളിയാണ്. ഇത് നമ്മൾ ഈ ചെറിയ മക്കൾക്കൊക്കെ ഭയങ്കര എന്താ പറയുക യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനം കേട്ടോ. അപ്പം ഇതിനെ കൊണ്ടൊക്കെ കുറച്ച് നേരം ഓൻ കളിച്ച് ഓനെക്കാട്ടി കൂടുതൽ ഓൻ്റെ അനിയത്തിയാണ്, ഓൻ്റെ താത്തട്ടോ കളിക്കൽ. അങ്ങനെ പിന്നെ ഈ ഫ്രഞ്ച് ഫ്രൈസൊക്കെ പൊരിച്ച് കഴിഞ്ഞ് നമ്മുടെ ചീസി ലോഡർ ഫ്രൈസ് ഇത് അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാവർക്കും കൂടി വിളമ്പി കൊടുത്ത് നമുക്ക് അങ്ങോട്ട് ചായ കുടിച്ചാൽ മതി. അങ്ങനെ ഞാൻ എല്ലാവർക്കും ഓരോ പ്ലേറ്റിൽ ഇങ്ങനെ ഓരിച്ച് കൊടുത്തിട്ടോ. അങ്ങനെ സത്യം പറയുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മളവിടെ എല്ലാവർക്കും അധികം ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടം കേട്ടോ. അങ്ങനെ എല്ലാവരും ഇരുന്ന് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ ഷമീനമ്മ അമ്മൻ്റെ പണിക്ക് ഇറങ്ങി. നാളത്തേക്ക് നമുക്ക് ദോശയാണ്. അപ്പോൾ അതിനുള്ള മാവ് അരിച്ച് വെക്കുന്ന പണിയിലാണ്. അപ്പോൾ അമ്മ അരിച്ച് വെക്കുന്ന സമയം കൊണ്ട് എനിക്ക് കുറേ തിരുമ്പിയതൊക്കെ മടക്കി വെക്കാൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മുകളിൽ പോയിട്ട് എൻ്റെ റൂമിലുള്ള തിരുമ്പിയതൊക്കെ മടക്കി വെച്ച് എല്ലാ പണിയും കഴിഞ്ഞിട്ടോ. അതിൻ്റെ ഇടയ്ക്ക് സെയ്ബുവിന് ഈ ലോഡർ ഫ്രൈസൊക്കെ കഴിച്ച് വയറ് ഫുള്ളായെന്ന് പറഞ്ഞിട്ട് ഓള് പോയി കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിച്ചില്ല കേട്ടോ. രാത്രിത്തെ ഫുഡ് കഴിച്ചില്ല. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചായ കുടിക്കുമ്പോൾ കുറച്ച് നേരം വൈകിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും വയറ് ഫുള്ളായി. പിന്നെ അനിയത്തിയാണെന്നുണ്ടെങ്കിൽ ഓള് വരുമ്പോൾ നേരം വൈകി ഡ്യൂട്ടി കഴിഞ്ഞിട്ട്. അപ്പോൾ ഓളും അത് കഴിച്ചപ്പോൾ ഓളെ വയറ് ഫുള്ളായി. അപ്പോൾ ഓൾക്കും വേണ്ടാന്ന് പറഞ്ഞ്. പിന്നെ സെയ്ബു ആണെങ്കിൽ അത് കഴിച്ച് ഓളും വേഗം തന്നെ ഉറങ്ങിട്ടോ. പിന്നെ മോനും ആണെങ്കിൽ ഉറങ്ങി. ഇനിയിപ്പോൾ ഓൻ എണീക്കുകയാണെന്നുണ്ടെങ്കിൽ ഓനക്ക് ഫുഡ് കൊടുക്കണം, അല്ലെങ്കിൽ ഫുഡ് കൊടുക്കൂല. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം ചെറിയൊരു ബിസി ഡേ മൈ ലൈഫായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പം എന്നും പറയുന്ന പോലെ പുതിയ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസ് ആയിട്ട് ഞാൻ ഇനി വരാം. ബൈ.